ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുവച്ച് പള്ളിക്കകത്ത് ദുആരക്കും അല്ലാഹുമ്മ അബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ. ഈ വല്ലതും അറിയോ? ഈ ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ദുആരക്കുന്ന എന്താ ഈ ഓതുന്നതെന്ന് വല്ലതും അറിയോ? അബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ. പടച്ചോനെ, ഞാൻ 35 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിയിട്ട് 35 ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഞാൻ വീട് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ ഭാര്യ മരിച്ചപ്പോ ഭർത്താവ് ദുആരക്കാണ്, അബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ. ഈ 35 ലക്ഷത്തെ വീടിനേക്കാൾ നല്ല വീട് നീ പകരം കൊടുക്കണേ അല്ലാ. അർത്ഥം അറിയുന്ന ഭർത്താവിന് നെഞ്ച് പൊട്ടും. അബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹാ. എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ സഹോദരിമാർ, എന്റെ സഹോദരങ്ങൾ, അവരുടെ ഉമ്മയും ഉപ്പയും മാങ്ങളമാരും നാത്തൂമാരും ഒക്കെ ആയിരുന്നു. പടച്ചോനെ, ഇപ്പൊ ഞാൻ ദുആരക്കാണ്, ഇതിനേക്കാൾ ഖൈറായ അഹ്ലിനെ നീ കൊടുക്കണേ അല്ലാ. വ ജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹാ. നല്ല അയൽവക്കമായിരുന്നു, നല്ല അയൽവാസികളായിരുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞതാ. പടച്ചോനെ, ഇതിനൊക്കെ നല്ല അയൽവാസികളെ നാളെ കൊടുക്കണേ ഇവൾക്ക്. അതെല്ലാം പോട്ടെ, പിന്നെന്താ പറയുന്നറിയോ? ഭർത്താവേ, ഭർത്താവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് നീ ദുആരക്കുന്നത് കൈകെട്ടിയിട്ട് മൂന്നാമത്തെ മർമ്മപ്രധാനമായ ആ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നീ പറയുന്നത് അബ്ദിൽഹാ സൗജൻ ഖൈറൻ മിൻ സൗജിഹാ. ഇതാരാ ദുആരക്കുന്നത്? സ്വന്തം ഭർത്താവ് തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആരുടെ മാറിടത്തിന്റെ സുഗന്ധമാണോ താൻ ഏറ്റുവാങ്ങിയത്? തന്റെ പ്രിയതമാ, തന്റെ പ്രിയപ്പെട്ടവൾ, തന്റെ എല്ലാമായിരുന്നവൾ, അവൾക്ക് വേണ്ടി ദുആരക്കുന്നു, അല്ലാഹുമ്മ അബ്ദിൽഹാ സൗജൻ ഖൈറൻ മിൻ സൗജിഹാ. പടച്ചോനെ, ഇവളുടെ ഇണയേക്കാൾ നല്ലൊരു ഇണയെ നാളെ സ്വർഗത്തിൽ ഇവൾക്ക് കൊടുക്കണേ അല്ലാ. അപ്പൊ നീ ആരായി എന്ന് വെച്ചിട്ട് നാളെ ഇനി ഭാര്യ മരിക്കുമ്പോ മൂന്നാമത്തെ തക്ബീറിന് ശേഷം മിണ്ടാതെ നിൽക്കണ്ട, അങ്ങനെ അവക്ക് കിട്ടണ്ട എന്ന് ചിന്തിക്കണ്ട. എന്റെ പൊന്നു സഹോദര, നീ തന്നെയാണത്. ഖൈറായ സൗജ് എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. എന്തുകൊണ്ട്? ഇതിനേക്കാൾ നല്ല സ്വഭാവം അവിടെ ഉണ്ടാവും, ഇതിനേക്കാൾ നല്ല സൗന്ദര്യം ഉണ്ടാവും. ഇപ്പൊ നരച്ചൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ മറ്റേ ഐറ്റം ഉള്ളതുകൊണ്ട് ആരും നരച്ചതറിയൂല, അത് വേറൊരു വിഷയം. അപ്പൊ ഏതായിരുന്നാലും നീ നരച്ച്, അല്ലെങ്കിൽ നീ വളഞ്ഞ്, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം വളവ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവൾക്ക് നാളെ നിന്നെ അല്ലാഹ് കൊടുക്കുമ്പോ ഖൈറൻ മിൻ സൗജിഹാ എന്ന് പറഞ്ഞാൽ